ചെയ്തേടാ വിവേക്. ഓക്കെ കേട്ടോ. ഹലോ ഹലോ, ഞാൻ ആംബിയൻസ് ഇട്ടേക്കാണ്. കെ സുരേന്ദ്രനാണ് ഇത് ഉദ്ഘാടനം. ഓണറാണോ? ട്രിവാൻഡ്രം 2 ഒന്ന് കണക്ട് ചെയ്യോ BJP മാർച്ച്, എന്നിട്ടൊന്ന് വിളിച്ച് പറഞ്ഞേക്കോ. ശരി ശരി ഒന്ന് ചോദിച്ചേക്കണം. ബാക്ക് വരല്ല. അറിയാമോ BJP എന്നോർത്തോളൂ, കേന്ദ്ര സർക്കാർ നോർത്തോളൂ, മകസിയമം നടപ്പിലാക്കോ, മകസിയമം നടപ്പിലാക്കോ. കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടോ? ശശി തരൂരിനെ കണ്ടവരുണ്ടോ? MPയെ കണ്ടവരുണ്ടോ? MPയെ കണ്ടവരുണ്ടോ? BJP സർക്കാർ നോർത്തോളൂ, ഇന്ത്യ സർക്കാർ നോർത്തോളൂ. ഭേദഗതി ബിൽ, ആ ബില്ലിന് അനുകൂലമായി കേരളത്തിലെ UDF, LDF വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ MPമാരുടെയും വസതിയിലേക്ക്, ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം പാർലമെന്റ് MP ശ്രീ ശശി തരൂരിന്റെ ഓഫീസിലേക്കുള്ള മാർച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ സമാരാധനായ മുൻ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, ഈ സമരത്തിൽ അണിനിരന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമാൻ ഷോൺ ജോർജ്, ശ്രീ ശിവൻകുട്ടി, ശ്രീ അനൂപ് ആന്റണി, മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ചരിത്ര പ്രാധാന്യമുള്ളതും നമ്മുടെ രാജ്യത്ത് ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു നിയമ ഭേദഗതിക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് പാർലമെന്റിൽ തുടക്കമിടുന്നത്. ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലുമായി ചരിത്രപരമായ വഖഫ് ഭേദഗതി നിയമം ചർച്ചയ്ക്കെടുക്കുകയാണ്. കോൺഗ്രസ് ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ച UPA ഇന്ത്യ ഗവൺമെന്റുകൾ കേവലം വോട്ട് ബാങ്ക് താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, ജനാധിപത്യപരമായും നിയമപരമായും ജീവിക്കുന്നവരുടെ കുടികിടപ്പ് അവകാശത്തിന് മേൽ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കാടൻ നിയമമാണ്, ഒരു കരി നിയമമാണ് കോൺഗ്രസ് സർക്കാർ വഖഫ് ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് നടപ്പാക്കിയത്.
ഭാരതീയ ജനതാ പാർട്ടി അന്നു മുതൽക്ക് തന്നെ ഈ വഖഫിന്റെ കരിനിയമത്തിനെതിരായി, വഖഫിന്റെ അധിനിവേശത്തിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന NDA സർക്കാർ പാർലമെന്റിൽ നടത്തിയ നിയമ ഭേദഗതികളെല്ലാം നോക്കിയാൽ ആത്യന്തികമായ അതിൻ്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമാണ്. വഖഫ് നിയമ ഭേദഗതി പരിഷ്കരിക്കുന്നതിലൂടെ, പുതിയ അമെൻമെന്റിലൂടെ ഈ രാജ്യത്ത് ജനാധിപത്യപരമായി, നിയമപരമായി പണം കൊടുത്ത് കൈവശം വെച്ചിരുന്ന അവരുടെ യഥാർത്ഥ ഭൂമിയിന്മേലുള്ള അവകാശം പ്രിയപ്പെട്ടവരെ അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. ഏത് ഭൂമിയും ഏത് നിമിഷത്തിലും ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം ആണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം. മാത്രമല്ല, ആ അധിനിവേശത്തിനെതിരായി ഒരു സാധാരണ പൗരൻ സ്വന്തം കാശ് കൊടുത്ത് നികുതി അടച്ച് നിയമപരമായി കൈവശം വച്ചിരിക്കുന്ന ഏത് ഭൂമിയും വഖഫ് ബോർഡിന് സ്വമേധയാ വഖഫ് ചെയ്യാനുള്ള അധികാരം. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത വിധം അങ്ങനെ ഒരു ഭൂമി അന്യാധീനമായി കൈവശപ്പെടുത്തിയാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ, അതിനൊരു ലിറ്റിഗേഷൻ പോവാൻ, നമ്മുടെ നീതിന്യായ കോടതികളെ സമീപിക്കാൻ പോലുള്ള അവകാശം ഇവിടുത്തെ പാവപ്പെട്ടവനില്ല. അത് വഖഫിന്റെ ട്രിബ്യൂണലിൽ മാത്രമാണ്, അവർ നിയമിക്കുന്ന ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയൊരു കരിനിയമം ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. ഈ നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ളതല്ല. ഈ നിയമ ഭേദഗതി ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ളതാണ്. ഈ നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഒറ്റപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി കൂടിയുള്ളതാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡിനെതിരായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമ തർക്കങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ. ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമല്ല, വഖഫ് ബോർഡിന്റെ ഈ കരിനിയമത്തിനെതിരായി രാജ്യത്ത് പോരാടുന്ന അനേകം വ്യക്തികൾ മുസ്ലിം സമുദായത്തിലുള്ളവരുമാണ്. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ MP-മാരിലേക്കാണ്. ഈ നിയമം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിലെ MP-മാരുടെ നേരെയാണ്. എന്താണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്? അതിന് ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മുനമ്പത്തെ ഒരു ജനത, പാവപ്പെട്ട ഒരു ജനത ഈ വഖഫ് അധിനിവേശത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടം നടക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെയും LDF-ന്റെയും MP-മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, മുനമ്പ് വഖഫ് ഭൂമിയല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് കാപട്യമായിരുന്നോ അതല്ല സത്യസന്ധമായ നിലപാടായിരുന്നോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാന്തരം അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നിരിക്കുന്നത്. തങ്ങൾ അഭിനയിക്കുകയായിരുന്നോ അതല്ല ശരിയായി തങ്ങൾ മുനമ്പം നിവാസികളോടൊപ്പമാണോ എന്ന് ഇന്നും നാളെയുമായി മലയാളികൾക്ക് മുഴുവൻ ബോധ്യമാവും, കേരളത്തിന് ബോധ്യമാവും. ഞങ്ങളിപ്പോൾ ശശി തരൂരിന്റെ ഓഫീസിന് മുമ്പിലാണുള്ളത്. പല കാര്യങ്ങളിലും സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണല്ലോ ശശി തരൂർ. മോദിയുടെ വാക്സിൻ നയതന്ത്രത്തെയും മോദിയുടെ റഷ്യ-യുക്രൈൻ തർക്കത്തിൽ ഇടപെട്ടതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എനിക്ക് ശശി തരൂരിനോട് വിനയത്തോടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന നൈതികത, നിഷ്പക്ഷത, സ്വതന്ത്ര നിലപാട് അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ വഖഫ് കരിനിയമത്തിനെതിരായ ഈ ഭേദഗതിയിൽ താങ്കളുടെ നിലപാട് എന്താണ് എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചോദിക്കുന്നത് വെറുതെയല്ല. എങ്ങനെയാണ് ശശി തരൂർ അവസാന നിമിഷം ശ്രീ രാജീവ് ചന്ദ്രശേഖരെ പരാജയപ്പെടുത്തി ഇവിടെ ജയിച്ചത്? പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ LDF, UDF MP-മാർ ഇവിടെ എങ്ങനെയാണ് ജയിച്ചത്? മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ നിർലോഭമായ പിന്തുണ തേടിക്കൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDF-ന്റെ MP-മാർ മുന്നിൽ വന്നത്. എന്നാൽ CBCയും KCBCയും ഇന്നേ വരെ ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. രാജ്യത്തെ ഒരു പ്രശ്നത്തിലും ഇത്ര ശക്തവും തീഷ്ണവുമായ ഒരു നിലപാട് ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചിട്ടില്ല. CBCയും KCBCയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി
കേരളത്തിലെ MP-മാർ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശരിയായ നിലപാട് അവർ സ്വീകരിക്കുന്നു. ക്രിസ്ത്യൻ മഹാഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങിപ്പോയ കേരളത്തിലെ LDF, UDF MP-മാർ അവരുടെ നിലപാടിനോടൊപ്പം നിൽക്കുന്നോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. 18% കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ. ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അല്ല, അവര് ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമാണ്. അവരെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ? അതല്ല, നിങ്ങൾ വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി വഖഫ് ബോർഡിനോടൊപ്പം നിൽക്കുകയാണോ? ഈ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. 18% വിലാപങ്ങൾക്ക് കേരളത്തിൽ ഒരു പരിഗണനയും ലഭിക്കേണ്ടെന്നാണോ? 18% വരുന്ന ജനവിഭാഗങ്ങളുടെ ഒരു കൺസേണും ഇവിടെ മാനിക്കപ്പെടേണ്ടെന്നാണോ? നിങ്ങൾ ഡയറക്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. കേരളത്തിലെ ക്രൈസ്തവ സഭകളും പരിശുദ്ധ മാർപ്പാപ്പ നേതൃത്വം നൽകുന്ന ക്രൈസ്തവ സമുദായത്തിന്റെ ആകെ പിന്തുണയുള്ള പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം അവർ പൊളിറ്റിക്കലായി, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. BJP ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നു എന്നുള്ള ആക്ഷേപത്തിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ എന്തിനാണ് KCBC പിന്തുണയ്ക്കുന്നത്? എന്തിനാണ് CBCI പിന്തുണയ്ക്കുന്നത്? അപ്പം ഞങ്ങളുടെ നിലപാട് ശരിയാണ് എന്നുള്ളതാണ് അതിന് കാരണം. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ഇതിന് മറ്റ് ദുരുദ്ദേശങ്ങളില്ല. ഇതിവിടുത്തെ പാവപ്പെട്ടവന്റെ ജനാധിപത്യ അവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ, സ്വത്ത് സമ്പാദനത്തിനും അത് കൈവശം വെക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന് മേലുള്ള കടന്നാക്രമണമാണ്. ആ കടന്നാക്രമണത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു നിലപാട്, ശരിയായ നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭം വന്നിരിക്കുന്നത്. ഞാൻ LDF-ന്റെയും UDF-ന്റെയും MP-മാരോട്, പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള വിശ്വപൗരന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ? നിങ്ങൾ സത്യത്തിൻ്റെ കൂടെയാണോ? നിങ്ങൾ ന്യായത്തിൻ്റെ കൂടെയാണോ? നിങ്ങൾ നിയമപരമായി ജീവിക്കുന്ന ജനങ്ങളുടെ കൂടെയാണോ? നിങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ ചുവന്ന ഭരണഘടനയുടെ കോപ്പി പോക്കറ്റിൽ നടക്കുന്ന MP-മാരല്ലേ? നിങ്ങൾക്ക് മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധിയോട് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് മുഖത്ത് നോക്കി കേരളത്തിൽ നിന്നുള്ള MP-യാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ മുമ്പിൽ പറയാനുള്ള ധൈര്യമുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? ആർജവമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പോരാട്ടമാണ്. ഇതൊരു ചെറിയ സംഗതിയല്ല. ഇവിടെ ന്യായത്തിൻ്റെ ഭാഗത്ത് ആര് നിൽക്കുന്നു? ശരിയോടൊപ്പം ആര് നിൽക്കുന്നു? വസ്തുതകളോടൊപ്പം ആര് നിൽക്കുന്നു? വർഗീയതയോടൊപ്പം ആര് നിൽക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാം തരം സന്ദർഭമാണ്. ഞങ്ങൾ ആദ്യം മുതലേ ശരിയായ നിലപാടെടുത്തു. മുനമ്പത്തായാലും വഖഫ് അധിനിവേശം നേരിടുന്ന എവിടെയായാലും ഞങ്ങൾ ശരിയായ നിലപാടെടുത്തു. പക്ഷേ ഹൈബി ഈഡനും കോൺഗ്രസ് MP-മാരും ആ മുനമ്പം ജനതയെ കാലാകാലം വഞ്ചിച്ചു. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞ് അവരെ കബളിപ്പിച്ചു. VD സതീശനും സുധാകരനും പാണക്കാട് തങ്ങളും എല്ലാം മുനമ്പം സമരഭൂമിയിലെ ആൾക്കാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തല്ലോ. എന്താ പരിഹാരം? കേരള ഗവൺമെന്റ് അവരെ വഞ്ചിക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷന് പരിഹരിക്കാനാവില്ല. പാർലമെന്റിലെ ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ, നിയമ ഭേദഗതിയിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. വസ്തുത അതാണ്. ആ സുവർണാവസരമാണ് പാർലമെന്റ് ഇന്നും നാളെയും കാണുന്നത്. നിങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു? നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ ഇത്രയും കാലം എടുത്ത ഇരട്ടത്താപ്പും വഞ്ചനയും കേരള ജനത ഒറ്റക്കെട്ടായി തിരിച്ചറിയാൻ പോകുന്നു. സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ലാൻഡ് ലോഡ്സും റിയൽ എസ്റ്റേറ്റ് മാഫിയകളും അപ്പുറത്തായിരിക്കും. പക്ഷേ 2 സെന്റും 3 സെന്റും 5 സെന്റും കൈവശം വയ്ക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളും ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് ശരി തിരിച്ചറിഞ്ഞ് കേരളത്തിലെ MP-മാർ മറ്റ് രാഷ്ട്രീയ വൈരമെല്ലാം മാറ്റിവെച്ച് ഈ നിയമ ഭേദഗതിക്ക് അനുകൂലമായി കൈ ഉയർത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കൈ ഉയർത്തണം. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടുള്ള ഒരു ബാധ്യത നിങ്ങൾക്ക്, ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ പാർലമെന്റിൽ നിങ്ങൾ കൈ ഉയർത്തണം. ഇല്ലെങ്കിൽ നിങ്ങളെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും വലിയ കരിങ്കാലികളും വഞ്ചകരുമായിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
കേരളത്തിലെ എംപിമാർ കരിങ്കാലികളും വഞ്ചകരുമാവണമോ അതല്ല ന്യായത്തോടൊപ്പം നിൽക്കണമോ എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി വഖഫ് നിയമ ഭേദഗതി സുന്ദരമായി പാസ്സാവാൻ, വൻഭൂരിപക്ഷത്തിൽ പാസ്സാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ എംപിമാരുടെയും കണ്ണ് തുറപ്പിക്കാൻ വോട്ടർമാരെല്ലാവരും മുന്നോട്ട് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ശ്രീ അനൂപ് ആന്റണി അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതാണ്. ബഹുമാന്യനായ ശ്രീ കെ സുരേന്ദ്രൻജി, ശ്രീ കർമ്മൻ ജയൻജി, ശ്രീ ഷോൺ, മറ്റുള്ള പ്രവർത്തകർ, മാസങ്ങളായിട്ട് മുനമ്പത്തെ ജനത മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കി കാത്തിരുന്ന ആ ദിവസമാണിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീ കെ സുരേന്ദ്രൻജി പറഞ്ഞതുപോലെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചുമതല നിറവേറ്റാൻ ഇവിടുന്ന് ജയിച്ചുപോയ കോൺഗ്രസിന്റെയും UDF-ന്റെയും LDF-ന്റെയും എംപിമാർക്ക് ഒരു വലിയ അവസരം അവരുടെ കയ്യിലുള്ളപ്പോൾ അവർ കേരളത്തിലെയും മുനമ്പത്തെയും ജനങ്ങളോടൊപ്പം നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ശ്രീ സുരേന്ദ്രൻജി പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, ഞാൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹം, ആ ക്രൈസ്തവ സമൂഹം എത്രത്തോളം കേണാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ എംപിമാരോട്, അവർ ജയിപ്പിച്ചു വിട്ട ക്രൈസ്തവരായിട്ടുള്ള ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ആന്റോ ആന്റണി തുടങ്ങിയ എംപിമാരോട് കേണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ മറ്റൊരു മതത്തിന്റെ ഒരു വിഷയമില്ല, ഇത് പാവപ്പെട്ട മുനമ്പത്തെ നിവാസികൾക്ക്, പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന്, പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തിന് നീതി നിഷേധിക്കുന്നതിനെതിരെയുള്ള ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമാണ് എന്ന് ക്രൈസ്തവ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ട് പോലും അതിനെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് എംപിമാർ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എംപിമാരോട് വീണ്ടും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ആ വലിയ സമൂഹത്തോടുള്ള നിങ്ങളുടെ കടപ്പാട് നിങ്ങൾ ഒന്നുകിൽ നിറവേറ്റണം, ഇല്ലെങ്കിൽ സുരേന്ദ്രൻജി പറഞ്ഞതുപോലെ നിങ്ങളെ എന്നേക്കുമായി ചരിത്രത്തിൽ വഞ്ചകന്മാരായിട്ട് ചരിത്രം രേഖപ്പെടുത്തും. കേരളത്തിലെ ക്രൈസ്തവ സമൂഹമായിക്കൊള്ളട്ടെ, എല്ലാ സമൂഹമായിക്കൊള്ളട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായമായിക്കൊള്ളട്ടെ, ആരും നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്നുകൂടി ഞാനിവിടെ ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് വന്നാലും സുഹൃത്തുക്കളെ, ആരെതിർത്താലും, ഏത് കോൺഗ്രസിന്റെയും UDF-ന്റെയും എംപിമാർ എതിർത്താലും ഞാൻ വാക്ക് നൽകുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കുക തന്നെ ചെയ്യും എന്ന് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഷോൺ ജോർജിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കർമ്മല ജയൻ, ബഹുമാനപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി, പ്രിയങ്കരായ അനൂപ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെയും സമരാജയ നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇത് ഭരണഘടനാപരമായ ഒരു വിഷയമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമം കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ നിലനിൽക്കുകയാണ്. എനിക്ക് ശ്രീ രാഹുൽ ഗാന്ധിയോടും ശ്രീ പ്രിയങ്ക ഗാന്ധിയോടും ഒന്നേ പറയാനുള്ളൂ. എപ്പോഴും ഈയിടെയായിട്ട് കയ്യിലൊരു പുസ്തകം കരുതാറുണ്ട്. ഏത് സമയവും ഊണിലും ഉറക്കത്തിലും ആങ്ങളെയും പെങ്ങളും പറയുന്ന ഒരു വാക്കുണ്ട്, ഭരണഘടനയെ സംരക്ഷിക്കണം. ഞങ്ങളും ഇന്ന് കോൺഗ്രസിന്റെ എംപിമാരോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ കൈപ്പിടിച്ചിരിക്കുന്ന പുസ്തകമൊന്ന് നിങ്ങൾ തുറന്നു നോക്കണം. ആ തുറന്നു നോക്കിയിട്ട് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ തന്നെ ഈ രാജ്യത്തിന്, ചില വ്യക്തികൾക്ക് ഈ രാജ്യത്തെ കൊള്ളയടിക്കുവാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ചൂഷണം ചെയ്യുവാൻ, ഇവിടെ ചില വിഘടനവാദ സംഘടനകൾ പറഞ്ഞ പോലെ 2047 ഈ രാജ്യം ഞങ്ങൾക്ക് സ്വന്തമാകുമെന്ന് പറഞ്ഞതിന് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് ഈ വഖഫ് ആക്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2047 ആകുമ്പോഴത്തേനും ഈ രാജ്യത്തുള്ള ഭൂമി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വഖഫിന്റേതായി മാറ്റാമെന്ന് കരുതിയ, അതിന് ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ മതേതരത്തോടും നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തി ഇന്ന് ശ്രീ ശശി തരൂർ ഉൾപ്പെടെ, ഈ സംസ്ഥാനത്ത് നിന്നും ജയിച്ചുപോയ എംപിമാർ ഉൾപ്പെടെ, അതിലുപരി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനപ്രതിനിധികളോടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് തിരുത്തുവാനുള്ള അവസരമാണ്. ആ തെറ്റ് തിരുത്തുവാനുള്ള അവസരം മുതലാക്കി ഇന്ന് ഈ
വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുവാനുള്ള സാമാന്യ മര്യാദ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനപ്രതിനിധികൾ കാണിക്കണമെന്ന വിനയപൂർവ്വ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.